ഹായ്, വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വന്നത് നമ്മൾ ഒരുപാട് കാലം മുമ്പേ തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ വിചാരിച്ച് ഏതായാലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണ്ട. എന്താ പറഞ്ഞാല് നമ്മുടെ ബിഗ് ബോസ് താരം ജാസ്മിനെതിരെ ഒരുപാട് സൈബർ ബുള്ളിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് തന്നെ ഇപ്പോ അവരുടെ ചാനലില്, ജാസ്മിൻ ജാഫറിന്റെ ചാനലിൽ തന്നെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാ തേങ്ങയും വിടുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോ അപ്പൊ ഞാൻ അവര് ചെയ്ത വീഡിയോ മൊത്തത്തിൽ നമ്മൾ അപ്പൊ കണ്ടപ്പം തന്നെ ഒരുപാട് സങ്കടമായിപ്പോയി. എന്തിനാണ് ഇതിന്റെ ആവശ്യം ഇവർക്കൊക്കെ? അല്ലെങ്കിൽ അവരെന്താ ചെയ്തത്? അവര് റിയൽ ക്യാരക്ടർ ആയിട്ടാണ് അവിടെ ഹൗസിൽ അവര് ഒരു മത്സരാർത്ഥിയായിട്ട് നല്ല രീതിയിൽ മത്സരം കാഴ്ചവെച്ച ആളാണ്. അപ്പോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അരിയും അന്നവും കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഈ ഒരു പ്രവണതയാണ് പ്രവണത നിൽക്കണം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതാണ് വിചാരിക്കുന്നത്, ഈ ഒരു സെൻസറിങ് വേണോ, സെൻസറിങ് ഒക്കെ വരാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇവർ കൊണ്ടെത്തിക്കുന്നത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തില് കഠിന ഹൃദയമുള്ളവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല എന്താ പറയാ ടാലന്റഡും ഈ മനസ്സിന് ഇത്ര ഉറപ്പുള്ളവരായിരിക്കണം എന്നില്ല. എന്താ പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു ലേഡി മരണപ്പെട്ടത് നമ്മൾ ഇത് അടുത്താണ് കാണാനിടയായത്. അപ്പോ എന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്? ആണുങ്ങളായാലും ശരി, പെണ്ണുങ്ങളായാലും ശരി. പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങൾ കൂടുതലും ഉണ്ട്. ഇത്തരം വൃത്തികെട്ട ഒരു മനോഭാവമുള്ള ഞാൻ സത്യത്തിൽ കമന്റ് ഇട്ടത് എന്താ കമന്റ് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കളവും ചതിയും എല്ലാ രീതിയിലും ആ രീതിയിൽ കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പൊതുവായിട്ട്. അല്ലാണ്ട് നല്ല രീതിയിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതേ രീതി തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളത്. എന്താ പറഞ്ഞാൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സംസാരിച്ചിട്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടും പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതാ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ ഉപമിക്കുന്നത് അത്തരത്തിലാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിട്ടും പിടിച്ചു പറിച്ചും അത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ സമ്പാദിക്കുന്ന ആൾക്കാർ ഈ ഗണത്തിൽ പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞാൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ യാതൊരുവിധ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല, അല്ലെ ഇവർക്ക് എന്തെങ്കിലും എതിരായിട്ടോ. അവര് പറയുന്നുണ്ട് യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിപ്പോ. എന്താ പറഞ്ഞാൽ ഒരുപാട് അടുത്ത് നിന്ന ആൾക്കാർ പോലും എന്നെ ബേക്കിൽ നിന്ന് കുത്തി എന്നാണ് അവർ പറയുന്നത്. എന്താ പറഞ്ഞാൽ പല കാര്യങ്ങൾ അവരെ വീട്ടിലൊക്കെ എന്താ പറഞ്ഞാല് വീടാന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ട്, വീടല്ലാത്ത വേറെ ഏതോ നാടും വീടും കാണിച്ചിട്ട് അവരെ വീടാണെന്ന് പറയുകയും അത്തരം വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ജാസ്മിന്റെ തമ്പിനായിൽ വെക്കുകയും ജാസ്മിന്റെ ആ ഒരു രീതിയിൽ ജാസ്മിന്റെ വീടാണെന്ന് പറഞ്ഞിട്ടും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു. അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോലും ആ ഭക്ഷണം കഴിച്ച ആ നന്ദി പോലും ഇല്ലാതെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെ കുറിച്ച് വേണ്ടാത്തീനം പറയുകയും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്ത്. എന്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പണത്തിനോട് മാത്രം ആഭിമുഖ്യം, പിന്നെ ചാനലിന്റെ ഗ്രോത്ത് വർദ്ധിക്കുക. എന്താ പറഞ്ഞാൽ ജാസ്മിന് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടാവും. എന്താ പറഞ്ഞാൽ ഞരമ്പന്മാരുണ്ടാവും, കുറെ എണ്ണം ഞരമ്പ് രോഗികളുണ്ടാവും. അപ്പോ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രിന്റെയും ജാസ്മിന്റെയും ആ ഒരു രീതിയിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമുണ്ടോ? ആ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലിൽ അവരെ ഷോ കാണണ്ട നിങ്ങൾ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് അവരെ ഇഷ്ടമാണ് അവരെ ഏത് രീതിയിൽ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. എന്താ പറഞ്ഞാലും ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല, സമയം അറിയൂല, യാതൊരുവിധ എന്താണെന്നോ പുറം ലോകവുമായിട്ട് യാതൊരുവിധ ടച്ചും ഇല്ലാതെ ഇരിക്കുന്നേരം ആ ഒരാൾക്ക് അടുത്തിടപഴകുന്ന ഒരാള് എന്താ പറയാ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം നൽകുന്ന നമ്മളെ തലോടുന്ന ആ ഒരു രീതിയിൽ എടുക്കുന്നേരം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത്. എന്താ പറഞ്ഞാല് ഒറ്റപ്പെട്ട് കഴിയുന്നേരം അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ
വെള്ളത്തിന് ഒരുപാട് വെള്ളത്തിന് ദാഹിച്ച, അപ്പൊ ചളിവെള്ളമാണ് കാണുന്നത്. ആ ചളിവെള്ളമാണ് കാണുന്നതെങ്കിൽ ചളിവെള്ളം കുടിക്കും നമ്മൾ. ദാഹിച്ച ആ സമയത്ത് ചളിവെള്ളമല്ല, ഇനി ഒരാൾ മൂത്രമൊഴിച്ചെന്നാലും അത് കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക. എന്താ പറയുകയുണ്ടെങ്കിൽ ആ ദാഹം അങ്ങനെയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സിമ്പിൾ ഒരു കാര്യം പറയാം. നിങ്ങൾ വളരെ ദാഹിച്ച് നിൽക്കുകയാണ് മരുഭൂമിന്റെ നടുവില്. ആ മരുഭൂമിന്റെ നടുവിൽ നിങ്ങൾ ദാഹിച്ച് നിൽക്കുന്നേരം നിങ്ങൾക്ക് കൈ നിറയെ സ്വർണവും പിന്നെ അപ്പുറത്ത് ഒരു കുപ്പി വെള്ളവും. നിങ്ങൾ സ്വർണ്ണമാണോ എടുക്കുക അതോ ആ കുപ്പി വെള്ളമാണോ? അപ്പൊ അതാണ് ഓരോ സമയത്തും ഓരോന്നിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഒന്നിനും നമുക്ക് വില കൽപ്പിക്കാൻ സാധ്യമല്ല. അതാണ് ഓരോ സമയത്തും ഓരോ കാര്യത്തിനാണ് വില. ആ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സാഹചര്യത്തിനനുസരിച്ചിരിക്കും ആ സാധനത്തിന്റെ വിലയും നമുക്ക് എത്രത്തോളം അത് വേണ്ടതാണെന്നും ഉള്ളതിന് ആ സമയത്തും ആ സാഹചര്യത്തിനും അനുസരിച്ചിരിക്കും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഒരാളെ സോഷ്യൽ ബുള്ളിങ് ചെയ്തിട്ട് നിങ്ങൾ വെറും പണത്തിന് മാത്രം വേണ്ടിയിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക്, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ഏറ്റവും വൃത്തികെട്ട തരം താണ. നമ്മൾ ചോദിക്കും നിങ്ങൾ രണ്ട് തന്തയ്ക്ക് ഉണ്ടായതാണോ എന്നൊക്കെ. ഒരിക്കലും ഒരു മനുഷ്യൻ രണ്ട് തന്തയ്ക്ക് ഉണ്ടാവില്ല. എന്താ പറഞ്ഞാല് ലൈംഗിക തൊഴിലാളിയായ ആ ഒരു പെണ്ണിന് പോലും ജനിക്കുന്ന കുട്ടി ഒരിക്കലും ഒരുപാട് തന്തയ്ക്ക് ജനിച്ചതല്ല, ഒറ്റ തന്തയ്ക്ക് തന്നെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിലപാടാണ്. ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയും, അതിനാണ് നമ്മൾ ഡബിൾ തന്ത എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് നയങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. സത്യസന്ധമായിട്ട് നല്ല രീതിയിലും പ്രവർത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഇത്തരത്തിൽ ഒരാളെ ഹരാസ്മെന്റ് ചെയ്യുന്ന എന്താ പറഞ്ഞാൽ, ഞാൻ അങ്ങനത്തെ യാതൊരു വീഡിയോ, ജാസ്മിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണും, പക്ഷെ അങ്ങനത്തെ യാതൊരു വീഡിയോ, ജാസ്മിന്റെ നല്ല ഒരാളെ വീഡിയോയും അത്തരത്തിലുള്ള വീഡിയോ ഞാൻ ഹരാസ്മെന്റ് ചെയ്യുന്ന ആ വീഡിയോ കാണില്ല. എന്താ പറഞ്ഞാൽ എന്റെ സുഹൃത്ത് എന്നോട് എപ്പോഴും പറയും, ഞാൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എന്റെ സുഹൃത്ത് എപ്പോഴും പറയും, ചെകുത്താൻ അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ, അവൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. ചെകുത്താന്റെ വീഡിയോ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ലാലേട്ടനെ ആരാധിക്കുന്നതോ അല്ലെങ്കിൽ ലാലേട്ടന്റെ പടങ്ങൾ കാണുന്നതോ. അപ്പോ അവനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബോഡി ഷെയ്മിങ് ലാലേട്ടനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ എന്താണെന്ന് അവൻ നോക്കുന്നില്ല. ഞാൻ അവന്റെ വീഡിയോ കാണലില്ല, പക്ഷേ ഇവരിങ്ങനെ കാണിച്ചു തരാൻ കണ്ട്. അപ്പൊ ഓനെ കണ്ടാൽ തന്നെ വെറും കഞ്ചനും. ഞാൻ സത്യത്തിൽ അന്നേരം പെട്ടെന്ന് ചോദിച്ചത് എന്താ അറിയോ, അവനൊന്ന് മര്യാദയ്ക്ക് കുളിക്കാൻ പറഞ്ഞോടെ അവനോട് എന്നാ ചോദിച്ചത്. അതാണ് അങ്ങനെ ചോദിച്ചു പോകും. കാരണം അവന്റെ വായെന്ന് വരുന്നത് അത്രയ്ക്കും വിസർജ്യമാണ് ഇവരെ വായെന്ന് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറ്റകളെ വീഡിയോകൾ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സഹതാപാണ്, അവരോട് സഹതാപാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരോട്. എന്താണ് ഇത്തരം വൃത്തികെട്ട ഹീനമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെറും പണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ പിടിച്ചുപറി അല്ലാതെ മറ്റുള്ളവനെ ഉപദ്രവിച്ചും ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതേ ഗണത്തിൽപ്പെടുന്നതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പൊ ജാസ്മിനോട് പറയാനുള്ള, ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ലേഡിയാണ്, നല്ലൊരു വുമണാണ്. എന്താ പറയുന്നുണ്ടെങ്കിൽ നല്ല ശക്തിയും പവറും ഉള്ള ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് സ്ത്രീകൾക്ക് എന്താ പറഞ്ഞ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യക്തിത്വം ഉള്ളതാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് അത്രയും വീട് ആ ഉപ്പാനെ ഉമ്മാനെ ഒക്കെ നോക്കുന്നതും ആ കുടുംബത്തിനെ നോക്കുന്നതും അനിയനെ നോക്കുന്നതും ഒക്കെ അവരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. നമ്മൾ ബിഗ് ബോസിൽ കണ്ടേരം നല്ലൊരു കണ്ടസ്റ്റന്റ് ആയി തോന്നി. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നത് ആളാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിൻ ആയിരിക്കും. ഒന്ന് രണ്ട് പേർക്ക് ചില സമയത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള ആഴ്ചകളിൽ വോട്ട് ചെയ്തില്ല. ഒന്നോ രണ്ടോ ഇടവേളകളിൽ ഇപ്പൊ നോറയ്ക്കോ അങ്ങനെ ഒന്ന് രണ്ട് കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്ത് എന്നല്ലാതെ ഫുള്ളായിട്ടും വോട്ട് ചെയ്ത് ജാസ്മിനാണ്. അത്തരത്തിലുള്ളൊരു ഹൃദയബന്ധം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ലൊരു ലേഡിയാണ്, നല്ലൊരു വുമൺ ആണെന്നുള്ള ആ ഒരു ഇത് എന്താ പറഞ്ഞാല് മറ്റുള്ള സ്ത്രീകൾക്കും കൂടി പ്രചോദനപ്പെടുന്ന യുവാക്കൾക്ക് പ്രചോദനപ്പെടുന്ന ആ ഒരു ഗ്രേറ്റ് നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു കുട്ടിയാണെന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അപ്പൊ ഏവർക്കും ഇത്തരത്തിലുള്ള ഇനിയും മുന്നോട്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇത്തരത്തിലുള്ള വൃത്തികെട്ട വീഡിയോകൾ ഇടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്തരത്തിൽ ഒരാളെ
ആക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യത്തിലൂടെ ഒരാളെ ഇല്ലായ്മ ചെയ്തിട്ടോ അല്ല നമ്മൾ വളരേണ്ടത്. ഞാൻ അതേമാതിരി തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ട് തന്നെയാണ്, ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത് തന്നെ. ഈ സുനിത ദേവദാസ്, അതേപോലെ തന്നെ നമ്മളെ അയ്യോ സായിന്റെ ഇതും അങ്ങനെ തന്നെ. സായി ഇനി അങ്ങനെ നിൽക്കൂലെന്ന് വിചാരിക്കാം. മുതുകാടിനെതിരെയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്താണ്, അതിനെതിരെയൊക്കെ സായിക്കെതിരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്താണ്. പക്ഷെ സായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അടിപൊളിയായി, നല്ലൊരു മനുഷ്യനായി. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പോൾ ഇത്തരത്തിലാണ് പറയാനുള്ളത്. നമ്മളെ ചാനൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചാനലാണ്, പക്ഷെ എങ്കിലും വളർന്നു വരുന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തിൽ ഒരാളെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഉള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള അവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് പണം വാങ്ങാനുള്ള രീതിയിൽ പണം സമ്പാദിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട രണ്ട് തന്തയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞ മാതിരി ഡബിൾ സ്റ്റാൻഡുള്ള ആ ഒരു രീതിയിലൂടെ പോവാതെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് ഒരുപാട് മികച്ച അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക. അത്തരത്തിലേ പറയാനുള്ള. അപ്പൊ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.